ഹായ് ഫാമിലി, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാകട്ടെ. നിങ്ങളുടെ എല്ലാ വിഷസും കാര്യങ്ങളും എല്ലാം ഫുൾഫിൽ ആകട്ടെ. മുമ്പിലോട്ടുള്ള നിങ്ങളുടെ ജീവിതം എല്ലാം ഹാപ്പിയായി പോട്ടെ എന്ന് അത് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് വ്യൂവേഴ്സ്, പുഷ്പാഞ്ജലി ഗാർഡൻ്റെ വീണ്ടും എത്തിയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. പ്ലസ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരും. ഈ വന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം സെയിലിനുള്ളതാണ്. ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് സെയിലിനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് ടീമിലുള്ള ആളാണ്. എനിക്ക് റേറ്റും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് സെയിൽ ടീമുണ്ട്. സെയിൽ ടീമായിരിക്കും നിങ്ങളുടെ കോളും വാട്സപ്പിൻ്റെ മെസ്സേജും ഒക്കെ ഡീൽ ചെയ്യണത്. അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾക്ക് റേറ്റ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക, ഏത് പ്ലാന്റാണ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ വാട്സപ്പിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. ആ പ്ലാനിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരും. എന്നാലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ റഫ്ലി ഞാനൊരു റേറ്റ് പറഞ്ഞേക്കാം. ഏകദേശം ഇത് ഈ പ്ലാന്റ് സ്റ്റാർട്ടിങ് 500 മുതൽ 700 രൂപ വരെയുള്ള പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ഈ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എക്സാക്ട് റേറ്റ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല, എന്നാലും ഇതിനുള്ളിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഫെലനോസിസ് ആണ്, ഓർക്കിഡ് ഫെലനോസിസ് ആണ്. നിങ്ങൾ തമ്മിലിൽ കണ്ടു കാണും. നല്ല ക്വാളിറ്റി, നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സ് ആണ്. നല്ല റേറ്റുമുണ്ട്, ചെറിയ റേറ്റൊന്നുമല്ല, അത്യാവശ്യം നല്ല റേറ്റുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ലോണം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകണ നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ കെയറിങ്ങിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് സൺലൈറ്റ് ഡയറക്റ്റ് ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് ഇതിനെ വെക്കണം. പിന്നെ ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്, ഔട്ട്ഡോർ പ്ലാന്റ് ഒന്നുമല്ല, ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഇതിന് മണ്ണ് ആവശ്യമില്ല. നമ്മുടെ ചാർക്കോല്, നമ്മുടെ ചകിരി, പിന്നെ തൊണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിന് കുറച്ചുകൂടെ ബെറ്റർ അല്ല, ബെസ്റ്റ്. അതേപോലെ തന്നെ ഇതിന് വെള്ളം ഒന്നും ഒത്തിരി വേണ്ട. ഒന്നത്രാടം ഇടവിട്ട് നമുക്ക് വെള്ളം കൊടുത്താൽ മതി. ഓവർ വെള്ളം കൊടുക്കലും വെള്ളം കെട്ടിക്കിടക്കലും കുറച്ചേ വെള്ളം കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ആവശ്യമുള്ളൊരു പ്ലാന്റ് അല്ല ഇത്. പിന്നെ നമ്മളിതിന് വളർന്നു വരുമ്പോൾ നമുക്കിതിനൊരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നേരെയൊക്കെ നിന്ന് നല്ല രീതിയിൽ പൂവുണ്ടായി നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഇത്. പിന്നെ നിങ്ങളൊരു തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ഇതുവരെ വളർത്തിയിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഇതിനു വേണ്ടി നമുക്ക് ഓർക്കിഡിൻ്റെ പ്രോട്ടീൻ മിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ വളർത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിന് വേണ്ടി തന്നെ വളങ്ങളും ഓർക്കിഡിന് വേണ്ടിയുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓർഗാനിക് വളങ്ങളും കാര്യങ്ങളും കടലപ്പിണ്ണാക്കും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാം, മീനിൻ്റെ അതൊക്കെ. ബട്ട് വളങ്ങൾ ഒരിക്കലും കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വേരും കാര്യങ്ങളൊക്കെ ഉണങ്ങിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം വളരെ കുറച്ചേ വളങ്ങളൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പൂ ആയിരിക്കുമ്പോൾ മാക്സിമം വളം ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ലോണം വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് ഫെലനോസിസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിനും കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പാത്രത്തിൽ കല്ല് വെച്ചിട്ട് കല്ലിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് ആ ഓർക്കിഡ് പ്ലാന്റിൻ്റെ അടുത്ത് വെച്ചേക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ നിന്ന് ഉണ്ടാകണ വേപ്പറൈസ് ആകണ വെള്ളം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് വളരെ നല്ലതാണ്. പിന്നെ ഒരിക്കലും നമ്മുടെ ഈ പ്ലാന്റ് ആ വെള്ളത്തിലോട്ടൊന്നും ഇറക്കി വെക്കലും, പ്ലാന്റിൻ്റെ അടുത്ത് മാത്രമേ ഇത് വെക്കാവുള്ളൂ. അതേപോലെ പൂ ഉണ്ടായിക്കഴിഞ്ഞ് ആ പൂ വാടിവരുമ്പോൾ ആ പൂവിൻ്റെ അതൊക്കെ കട്ട് ചെയ്ത് നിർത്തണം, വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇന്ന് നമ്മൾ കൊണ്ടുവന്ന 15 പ്ലാന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് സിംഗിൾ എടുത്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് നമ്മുടെ ഒരു പിങ്ക് സ്ട്രിപ്പ് ടൈപ്പാണ്. അടുത്തതായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ സ്ട്രിപ്പ് പർപ്പിൾ കളറായിട്ടുള്ളൊരു വേരിയേഷനാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്, സിംഗിൾ സ്റ്റെമ്മാണ്. സിംഗിൾ സ്റ്റെമ്മിൽ തന്നെ ഇപ്പം പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തൊരു സ്പ്ലാഷ് വെറൈറ്റിയാണ്.
പിങ്ക് സ്പ്ലാഷ് വെറൈറ്റിയാണിത്. ഇത് നല്ല ഹെൽത്തി പ്ലാന്റും നല്ല രീതിയിൽ ബഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിംഗിൾ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെയാണ്. അടുത്തതായിട്ട് നമ്മുടെ വൈറ്റിൽ തന്നെ ഒരു പർപ്പിൾ ലിപ്പ് ടൈപ്പ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. ഈ ഹെൽനോസിസ് നല്ല ഹെൽത്തിയാണ്, ഡബിൾ സ്റ്റെമ്മാണ്, നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ഒരു വൈറ്റ് കളറാണ്. വൈറ്റിലൊരു പിങ്ക് ഡോട്ട് വരുന്ന ടൈപ്പ് വെറൈറ്റിയാണിത്. സിംഗിൾ പ്ലാന്റ് കാണിക്കണ വേറെ ഒന്നും കൊണ്ടല്ല, ഈ 15 പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ച് ഈ പ്ലാന്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക, അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യുക. ഓക്കെ. അടുത്തതായിട്ട് കാണിച്ചിരിക്കുന്ന യെല്ലോ ലിയോപോഡ് ടൈപ്പാണ്. മഞ്ഞ തന്നെ നമ്മുടെ ഒരു പർപ്പിൾ കുത്ത് പോലെ വന്നും, എന്നിട്ട് നല്ല രീതിയിലൊരു അട്രാക്റ്റീവ് ഒരു വേരിയേഷൻ കളറാണ് ഇത്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ അതിന് റിപ്ലൈ തന്നെയായിരിക്കും. പിന്നെ നിങ്ങളുടെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കില്ല. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ കാണുന്ന വെറൈറ്റിയാണ് നമ്മുടെ സ്പ്ലാഷ് പർപ്പിൾ വെറൈറ്റിയാണ്. ഇത് നല്ല അട്രാക്റ്റീവ് കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അടുത്തതായിട്ട് കുറച്ചുകൂടി ഡാർക്ക് പർപ്പിൾ കളറ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് പൂവിന് ഏജ് ആകും തോറും കുറച്ചുകൂടെ ഡാർക്കിഷ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണിത്. അതേപോലെ തന്നെ അടുത്തതൊരു പർപ്പിൾ പ്ലസ് പിങ്ക് രണ്ടും കൂടെ ഉള്ളൊരു ബ്ലെൻഡായിട്ടുള്ളൊരു കളർ വേരിയൻ്റാണ്. നമ്മുടെ സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല അട്രാക്റ്റീവ് പ്ലാന്റാണ്. ഡുവൽ സ്റ്റെമ്മും വന്ന് നല്ല രീതിയിൽ വളർന്നൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഈ പൂവൊക്കെ കാര്യങ്ങളൊക്കെ വലുതായി കഴിഞ്ഞ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ ആ പൂവിടെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പുതിയ പൂ വരാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യണമായിരിക്കും. അടുത്തത് നമ്മുടെ ഒരു സൺഷെയ്ഡ് കളറാണ്. യെല്ലോയിൽ തന്നെ ഒരു ഓറഞ്ച് സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ വന്നൊരു ടൈപ്പാണ്. ഓറഞ്ച് പ്യുവർ ഓറഞ്ചും അല്ല, ഒരു പിങ്കിഷ് ഓറഞ്ചാണ് ആ സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ കയറി വന്ന നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല അട്രാക്റ്റീവ് പ്ലാന്റാണ്. അതേപോലെ തന്നെ 2 സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് ഈ പ്ലാന്റൊക്കെ ഇത്രയും നല്ലോണം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഒരു വൈറ്റിൽ തന്നെ ഒരു യെല്ലോയിഷ് ലിപ്പ് വന്നൊരു ടൈപ്പ് ഫ്ലവർ വന്നൊരു ഹെൽനോസിസ് പ്ലാന്റാണിത്. ഇത് നമ്മുടെ നല്ല ഹെൽത്തിയാണ്, നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഒരു സൺഷെയ്ഡ് കളർ തന്നെയാണ്. സൺഷെയ്ഡിൽ ഒരു പിങ്ക് സ്ലിപ്പ് വന്ന ടൈപ്പ് ഒരു ഫ്ലവറാണ് ഇതിന് വന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം സിംഗിൾ സ്റ്റെമ്മാണ്, എന്നിട്ടും ആ എൻഡിൽ നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ അടുത്തതായിട്ട് വൈറ്റ്, പ്യുവർ വൈറ്റിൽ ഡാർക്ക് പിങ്ക് കളർ കയറുന്ന ഒരു ലിപ്പുള്ള ടൈപ്പ് പ്ലാന്റാണിത്. ഇത് നല്ല ഡിമാൻഡുള്ള ഒരു നല്ല അട്രാക്റ്റീവ് കളറാണിത്. നമ്മുടെ അടുത്തത് നമ്മുടെ ഡാർക്ക് പിങ്ക് പോലത്തെ ഫുള്ള് പിങ്ക് കയറുന്നത്, നമ്മുടെ ഫുൾ പെറ്റൽസിലും ഫുള്ള് പിങ്ക് കയറുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ലിപ്പ് നല്ല പിങ്കിഷ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോഴത്തേക്ക് ഞാൻ എബിൽ സൈനിങ്.